ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നിന്നത് ഒരു പുതിയ ഗെയിമായിട്ടാണ്. ഗെയിമിൻ്റെ പേര് എന്താ ഒരു റഷ്യൻ വില്ലേജ് സിമുലേറ്റർ എന്നാണ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ വില്ലേജിൻ്റെ പണികളൊക്കെ ചെയ്യണം. അതെന്താ എന്താ ഓൺലൈൻ മിഷൻസ്, നമുക്ക് ഓപ്പൺ വേൾഡ് എടുക്കുക ഗൈസ്. പശു വന്നൊക്കെ ഉണ്ട്, ഗ്രാഫിക്സ് ഇല്ലെങ്കിൽ രസമൊക്കെ ഉണ്ടാകും. കോഴിയുണ്ട് ഗൈസ്. നമുക്ക് ഗെയിം വെക്കാം. ഇതാണ് നമ്മുടെ വില്ലേജ്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. എന്താ അങ്കിൾ ടോളിയ എന്താ ചെയ്യണേ? പിന്നെ ഇവിടെ എന്താ കറക്കണതാ. നമുക്ക് ഇറക്കയ്യോ? ഇത് ഇറക്കാൻ കഴിയില്ലേ? എന്താണ് വർക്ക് ഓൺ ദ റെയിൽ. പല പല സംഭവങ്ങളുണ്ട്. ഗ്രാമത്തിലത്തെ ഒരു പണിയാണ്. പൈസ വെക്കണതിന് നമ്മളെ പൈസ ഇല്ല. ഓക്കെ ബേക്കറി നമുക്കത്ര വേണ്ടി. പന്നി എൻ്റെ അമ്മേ, എന്താലേ പാലൊക്കെ വെച്ചാലോ. പന്നി ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ സീൻ തന്നെയാണ്. എന്താ ഫീഡ് ദ പിഗ്സ് ഒരു പണിയാണ്. ഞങ്ങൾക്ക് എത്ര കൊടുക്കണ്ടേ? പിക്കിനെ അങ്ങനെ ഫീഡ് ചെയ്യാം. കോഴിയൊക്കെ ഇതാ ഇവിടെ. പിന്നെ അവിടെ എന്തോ ഒരു അതൊക്കെ എന്താ സ്റ്റാറുണ്ടല്ലോ. നമ്മളെ വീടത് എന്താണ് ഹീൽ ചെയ്യുന്ന സ്ഥലം. ഇതൊക്കെ എന്താണോ? യു ആർ ഹെൽത്തിന്. ഇതാണ് നമ്മൾ. ഓക്കെ എനിക്കടാ റെഡിയായി അങ്ങനെ പോകുന്നു. പുറത്തെത്തില്ലേ? ഇതെന്ത് നമുക്ക് ചെയ്യാത്ത തന്നോ? ഇത് വാച്ച് ചെയ്താൽ കിട്ടുക. കാറൊക്കെ ഉണ്ട്. നമുക്ക് കിടക്കട്ടെ. വേറെ എന്താ ജോലിൻ്റെ ഇവിടെ ട്രക്കുകളും. പശു ഇവിടെ ഒരാളൊക്കെ ഉണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീടൊക്കെ ഉണ്ട്. പുഴ. ഇതെന്താ പശു. ഈ കൗവിൻ്റെ നമുക്ക് മിൽക്ക് എടുക്കാം. ഇതെന്താ ഇവിടെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ഇതെന്താ സാധനം? എന്താ ചിപ്പോ? നമുക്ക് ഫിഷിംഗ് റോഡ് എടുക്കടാ. ഫിഷിങ് ഗൈസ്. അവിടെ വീകല്ലേ, കയറി പോലെ. ഒന്നുകൂടി അങ്ങോട്ടാണ് പോകേണ്ടി വരും. വീണോ നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ എത്തും ഗൈസ്. അങ്ങനെയൊക്കെയാണ്. ഇതെന്താ കാറോ? പുതിയ പുതിയ സംഭവങ്ങളൊക്കെ നമുക്ക് അൺലോക്ക് ആവുന്നുണ്ട്. അതാണ് അവിടെ കാണിച്ചത്. നമുക്ക് ഏതായാലും ഫിഷിംഗ് റോഡ് എടുക്കാം. അയക്കടല്ലേ പോയിടാ. ഇനി എങ്ങനെ പോയി കിട്ടുക? നമ്മൾ തിരിച്ചു വന്നത്. ഇഞ്ഞ് മീൻ പിടിക്കാൻ കഴിയോ വെക്കാം. അവിടെ ഇതിൽ ഇറങ്ങിയാണ്ട് നോക്കട്ടെ. ഓക്കെ അവിടെ ഇട്ടാണ്. വന്നാൽ അപ്പം എടുക്കണം. എങ്ങനെ വരാമെന്നൊന്നും അറിയില്ല. റാഫ്റ്റോടൊക്കെ നോക്കാം. വരുന്നുണ്ടോ മീന്? അവിടെ കൊണ്ടുണ്ട്. ഓക്കെ ബ്ലീക്ക് പറഞ്ഞൊരു മീനെത്തി. എൻ്റെ മോട്ടർ വയ്ക്കില്ല. മിഷൻസ്. ഇതെന്താ ഒരു മിഷൻസൊക്കെ ഉണ്ടല്ലോ അതിൽ. ആവട്ടെ. ചോപ്പ് തൊട്ട് ഇയാളെന്താ അവളോട് സംസാരിച്ചോ? പല പല ജോലികളൊക്കെ ഉണ്ട് കൈസിൽ. ഈറ്റങ്ങൾക്ക് ഇപ്പം എങ്ങനെ കൊടുക്കുക? ഇതാണ് കളക്റ്റഡ്. ഫീഡ് ദ പിക്സ്. ഇങ്ങനെ പിക്സ് എങ്ങനെ
ഫീഡ് ചെയ്യാം. അവിടെ ഇങ്ങനെ പോയിക്കളി എന്താവണമെന്നില്ല. അതൊക്കെ നോക്കിക്കളേ. ഇതെന്താ ഇവിടെ സംഭവം? എഫ്രോസിന്യ സ്പെത്തിലാണ് ഉള്ളവന്. ഒരു പൂച്ചുണ്ട് ഇവിടെ. വണ്ടി അങ്ങോട്ട് പോണേ. എങ്ങോട്ടാണ് കൊണ്ടേ? കോഴിയൊക്കെ റൈസ് ചിക്കൻ അതിനെടുത്ത് നമ്മള് ചിക്കൻ എടുക്കാം നമുക്ക്. ഇതേപോലെ കൊണ്ടുവരിക. ഓക്കെ തുറക്കില്ല. എന്നാ വിളിച്ചോ സ്റ്റീഫൻ. ഇയാളെന്തൊക്കെ കൊണ്ടുപോകണമാണോ? ഇതിനിപ്പോൾ ഇവിടെ ഇടുക. ഇവിടുത്തെ ഒരു പെട്ടി ഉണ്ടല്ലോ, ഇവിടെ ഇട്ടേക്ക്. ഇവിടെയല്ല, അവിടെ നിട്ടാണ്ട് നമുക്ക് ഇപ്പം എന്താ ചെയ്യാം? ഓ ട്രക്കൊക്കെ ഉണ്ട്. സില്ലോ ഇതിലൂടെ ഇട്ട് വെക്കാം. ചാടി പോലെ. ചിക്കൻ അവിടെ ഉമ്മേ അത്ര ആണ്ടില്ലേ. കോഴി ഇവിടെ എത്തി കാണാനില്ലല്ലോ. ഇതേതാ കാറ്? ഇത് നമ്മളെ കാറ്. ഓ ഇതിൽ നമുക്ക് പോകാം. ഓ മാപ്പൊക്കെ യോട്ടോ. മാപ്പൊക്കെ നല്ലോണ്ട് കേട്ടോ. വിചാരിച്ച പോലെ അല്ല. അടിച്ചോ തെറിച്ചോ? ഓ മണ്ടതാ ഇടിച്ചിടിച്ച്. ഓ നമ്മളെ വണ്ടിക്കത്തെ പറ്റൊരു സംശയം. എന്തെന്താ അച്ചീവ്മെന്റ്? ഓ പുതിയത് പിക്കറ്റ്. അവിടെ എന്താ പണി? പോയി ഉടുത്തി ഗെറ്റ് ഔട്ട്. ഇതെന്താ സംഭവം? എന്താ എസ്മറേറ്റ്? ഇവിടെ എന്തോ പണിയുണ്ടോ? ഡോട്ട് കുതിരൻ്റെ ചാട്ടത്തും ചെയ്ത റൂബി ഡോട്ട് ഒരു നല്ല പേരേ. എസ്മറാൾക്കൊക്കെ എന്താണോ പണി? ഓല് വേറെ സ്ഥലത്തെ ആൾക്കാരാണ്. ഇതെന്താ? അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ കാർഡ് കളക്ട് പല പല സംഭവങ്ങളുണ്ട്. ഇതെന്താ സംഭവം? ബയ്യ ഹൗസ് 5000 റുപ്യ. നമുക്ക് മിഷനൊക്കെ എങ്ങനെയാണോ ചെയ്യാവോ? അത് ഞാൻ നോക്കട്ടെ കേട്ടോ ഗൈസ്. നല്ല അടിപൊളിയാണ്. കാർ എടുത്താണ്ട് മിഷന്. ആ സ്റ്റാർ കാണുന്നുണ്ടാണോ? ഇവിടെ എന്താ പുറത്ത്? എന്താ നോട്ട് സൊസൈറ്റി. ഇവിടെ മിഷനൊന്നും ഇല്ല. ഇവിടെ ഇറ്റങ്ങളെടുത്തൊരു സംഭവം കാണിച്ചിട്ടുണ്ട്. അതിനെന്താ ടാങ്കിൻ്റെ ഫീഡ് എങ്ങനെ? പിക്കുകൾക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി. ഓ ഇങ്ങനെ ഫീഡ് ചെയ്യാം. 0 ആൾക്ക് എന്നായിട്ടുള്ളൂ. ഓ പൊട്ടാറ്റോ. ഇനി എന്തിട്ടാണ് കൊടുക്കണത്? മനസ്സിലായി. ഈ പൊട്ടാറ്റോ ആയിട്ട് എനിക്ക് കൊടുക്കുക. 3 കൊടുത്തത് 4. ഇപ്പം എന്താ പൈസ കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാം ഗൈസ്. 5 6 ഇങ്ങനെ കൊടുക്കാത്തേ. ഇതിനടുത്തോ? ഓ 70 പെട്ടി. പാമിഷ കംപ്ലീറ്റ് ആയി. പൊട്ടാറ്റോ കൊടുത്തല്ലേ. ഇനി 22 ആയിട്ടുണ്ടെങ്കിൽ വായതൊന്നും തിരുന്നോ? ഇല്ല ഈടുന്നോ? തിന്നടാ. തിന്നോ നല്ലതാണ്. തിന്നോ? ഓ തിന്നു. പാലിതാ അവിടെ. ഇത് ഞാൻ കുടിച്ചിട്ടെ. അഞ്ഞാറൊക്കെ പൊട്ടി. എടാ ഉച്ച തിന്നു കോഴിന്നോ? കോഴി തിന്നൂല. അവൻ ഞാൻ അടുത്ത മിഷൻ ചെയ്യാം.
ചോപ്പ് വുഡോ? എന്താ വുഡ് എടുക്കണോ? ഓ നമ്മളിതൊക്കെ പൊട്ടിക്കണം ഗൈസ്. പൊട്ടിക്കട്ടെ ഇനിയും പൊട്ടിക്കുക. പൈസ കിട്ടൂലേ പിന്നെ പൊട്ടിച്ചാൽ? 120 പൈസ ഗൈസ്. ഇങ്ങനത്തെ വെറുതെ ചെയ്യാം, പൈസയും കിട്ടില്ല. അപ്പോൾ ആ മിഷൻ കഴിഞ്ഞു. ഇനി എന്താ മിഷൻ? ഇനിയൊരു മിഷൻ ഉണ്ടോ? അവിടെയൊക്കെ ഉണ്ട്. ഒരു സ്റ്റാർ കൂടി കാണിച്ചിട്ടുണ്ട്. പുതിയ മിഷൻ അയാളെത്താണല്ലോ. ഇതെന്താ കൊടുക്കണ്ടേ? വേറെന്തെങ്കിലും ഉണ്ടാവും ഗൈസ്. അതന്നെ കരം എന്താ എടുത്ത് കൊടുക്കണം. ഇവിടെ എന്തോണ്ട്? കാർഡ് കളക്റ്റഡ്. എന്താ സംഭവം? എന്താ? ഇവിടെ കുറേ മരക്കഷ്ണമൊക്കെ ഉണ്ട്. പക്ഷെ അയാൾക്ക് എന്താ ചെയ്ത് കൊടുക്കണ്ട എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. മാപ്പിലാകെ ഇവിടെ അവർക്ക് ഈ മിഷൻ മനസ്സിലാവുന്നില്ല. ഇയാളോട് സംസാരിച്ചിട്ട് അങ്ങനൊക്കെ പറയുന്നത്. ഞങ്ങൾ ചോദിച്ച ലോക്കൽ ക്ലാസ് വായിച്ചോക്കട്ടെ. ഇയാൾക്കെന്തോ മെഡലാണല്ലോ. പിന്നെ മാറി നമുക്ക് വേറെ ഇത് മിഷൻ. അവിടെ ഒരു മിഷൻ ഉണ്ട്. അങ്ങോട്ട് പോവാം. എന്താ ഇയാൾക്കുടെ പണി? ഇതിൻ്റെ ഉള്ളിലാണ് മിഷൻ. ഇവിടെ എന്തൊക്കെ കേബേജിൻ്റെ പണിക്കുണ്ട്. നമുക്ക് ഇതൊക്കെയാക്കണം തോന്നുന്നത്. അതാണ് സംഭവം. കുഴങ്ങില്ല. അതതിന് പണിയെടുത്താണ്ടേ നമ്മൾ സഹായിച്ചു കൊടുത്താൽ നമുക്ക് പൈസ കിട്ടും. നമ്മൾ സഹായിച്ചു കൊടുക്കണം ഗൈസ്. അതാണ് നമ്മളെ ജോലി, മനസ്സിലായോ? ഗ്രാഫിക്സ് ഇല്ലെങ്കിൽ സീനാട്ടോ. അടിപൊളിയാണ്. 4 എടുത്ത് ഇനി 5-ാമത്തെ എത്ര ഇങ്ങനെ ആക്കണേ? കുറേ ഉണ്ട് എന്നാലും അതാവണായി. അതിനിടക്കയില്ലേ ചേട്ടാ? ശരിക്ക് വെക്കാനും കഴിയില്ലാണ്. ഓ 8 ഇവിടെ വെക്കുക. ഓടെ കൈസ്. ഓക്കെ $120 പൈസ ഇതായാലും കിട്ടി നമുക്ക്. ഇവിടെ എന്താ ചോപ്പായി അടുത്ത മിഷൻ. ഇവിടെ തന്നെ മിഷൻ ഉണ്ടോ? അതാ അവിടെ ഒരു മിഷൻ. ഇത് നമ്മൾ ചെയ്തല്ലേ. ഇനി എന്താ ഈ മിഷൻ? വാട്ടർ ചെയ്യണം. ആളിട്ടപ്പോൾ ഇങ്ങനെ വാട്ടർ ചെയ്യാം. വാട്ടറിന് വെള്ളം വേണം. വെള്ളം ഉണ്ട് അതിൽ. ടോയ്ലറ്റൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ഓയിലുടെ വെയിറ്റ് കയറി നമ്മൾ ഇതെന്താ ഡോഗിൻ്റെ കൂടോ? ഇതിപ്പോൾ വാട്ടർ ചെയ്യാം. എങ്ങനെ വാട്ടർ ചെയ്യണമല്ലോ. അടുത്ത മിഷൻ തന്നെയാണ്. ഇതെല്ലാം നമുക്ക് ഇട്ടച്ചിട്ട് പോവാം. അടുത്ത പണീൻ്റെ ഇവിടെ എന്തോട്ടെ അവർക്ക് വഴക്കാം. കളർ ഡാക്സ് അതവിടെ തയ്ക്ക്. ഇതവിടെ വെക്കണ്ടി. ബാസ്ക്കറ്റിൽ കാണാം. കോഴികളൊക്കെ കുറേ നാളെ കുത്തിരിക്കണം. മാറിക്കാൻ കിട്ടി. നല്ല രസമുണ്ട് കേട്ടോ. ഗെയിമൊക്കെ അടിപൊളിയാണ്. വിചാരിച്ച പോലെ ഒന്നല്ല. എടുക്കടാ വെക്ക്. ഇത് പൊട്ടുമാവോ? ഇട്. ബാക്കിൻ്റെ ഒന്ന് പൊട്ടിച്ച് വെക്കാൻ കഴിയുമൊക്കെ കൈസ്. മുൾസയൊക്കെ എടുത്താണ് തീരെക്കാരം. 5, 6 നിർത്താ. അങ്ങോട്ട് താഴേക്കടി നിർത്താ. പൊട്ടാനെത്താ. പൊട്ടി. ഇതാണപ്പോൾ കോയിൻ്റെ തല. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി വേറെന്താ പണിൻ്റെ കൂടെ?
അപ്പോൾ 230 അടുത്തൊരു ജോലി അതാ അവിടെ തന്നെ വേറെ ജോലി ഉണ്ട് കേട്ടോ. കോയിൻ്റെ അടുത്ത് എന്താ ചെക്ക് വീണ്ടും വീട് ചെയ്യണം. ഇതൊക്കെ നമ്മളെ പണി വീണ്ടും കൊടുത്താൽ ഓക്കെ റെഡി. ഇതിങ്ങനെ ഇടയ്ക്കിടക്ക് ഇയാൾക്കിപ്പോൾ എങ്ങനെ അച്ചീവ്മെൻറ്റ് കൊടുക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താ വീണ്ടും ഈ മീശ വന്നു കട്ട് ചെയ്യടാ പൈസ നേടും. 300 റുപ്യ അതിന്. ഇത് കട്ട് ചെയ്താൽ കുറച്ചുകൂടി കിട്ടും. 150 റുപ്യ. നമ്മളിവിടെ അങ്ങനെ ഓരോ ജോലി ചെയ്യുന്ന ആൾ തന്നെയാണ് അങ്ങനെ. വേറെ പണിയൊന്നുമില്ല. ഈ വണ്ടികളൊക്കെ എടുത്ത് പോവായി നമുക്ക്. അങ്ങനെയാണ് സീനേക്കാരം. അത് കിട്ടണമെങ്കിൽ 10 ആഡ് കാണണം. ഇതിനോ മിഷനോ? ഇത് മിഷീനെ ഉപയോഗിക്കണമാണ്. ഇതെന്താണോ ഈ മിഷീൻ? അത് ചെയ്തൊക്കെ ഗൈസ്. കണക്ഷൻ ലോസ്റ്റ് നെറ്റാണല്ലേ. മിഷീൻ ഉപയോഗിക്കണ വണ്ടിയാണ് ഗൈസ്. ഇതെന്താ ചെയ്യുക? ഒക്കെ മിഷീനാണ്. ഇതെന്താ ചെയ്യുക ഇവിടെ? റെയിൽവേ വർക്ക് ചെയ്യുക. അതൊക്കെ മിഷീനാണല്ലോ. ഇവിടെ ഇതൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. മിൽക്കുണ്ട് ഇവിടെ. ഞങ്ങളെ നമുക്ക് ആവശ്യം ഉണ്ടാവുമോ? കഴിയോ? ബക്കറ്റ് എടുത്താണ്ട് ഞങ്ങളിന്ന് പാലെടുക്കയോ? ഓക്കെ ഓക്കെ. അങ്ങനെ ഇതെവിടെയാണ് പണിയെടുക്കണം? പാലെടുത്തോടെ. ഓക്കെ ഗൈസ്, നമ്മൾ പാലെടുക്കുന്നുണ്ട്. മിൽക്കിങ് ഓക്കെ. ഇതായി ഇനി ഇത് ഇയാൾക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ജോലി. വേഗാക്കിയോട്. ഓക്കെ, ഇനി ഇത് ഇയാൾക്ക് കൊടുക്കണോ? ഇതത്ത് ഇയാൾ വാങ്ങാത്ത ആർക്കേ വേണോ? ഇത് ഇയാൾക്കാണോ? എന്താ ആർക്കാണ്? ആർക്കും വേണ്ട. അത് ഉടക്കട്ടെ. അത് ചിന്തിയോ? ശരിയുണ്ട്, പുറത്തേക്ക് പോയില്ല. അങ്ങനെ ഇവിടെ വെക്കട നടന്നോട്ടെ. ഇവിടെ വെക്കത്തില്ല. അതിനകത്ത് പിന്നെ കുഴപ്പമാവില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ ഇന്നത്തോടു കൂടി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ഇതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.